ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസ് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ 2 കപ്പ് അരി കൊണ്ട് ഒരു 4 പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കുതിർത്ത ശേഷം ഇതൊന്ന് വെള്ളം വാർന്ന് വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 15 അല്ലി വെളുത്തുള്ളി എടുക്കുക. വലുതാണെങ്കിൽ 15 എണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ ഒരു 18 20 എണ്ണം എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ്. പിന്നെ 6-7 പുതിനയില എടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 6-7 എണ്ണം ഇല മാത്രം മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പുതിനയിലയുടെ ഇരട്ടി അളവിൽ മല്ലിയില എടുക്കുക. അപ്പം ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു 12-15 ഇലയുടെ ഒരു അളവ് പറയുകയാണെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെ ആണെങ്കിലും നമുക്ക് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. പ്രഷർ കുക്കർ ആണെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 10 എണ്ണം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 7-8 ഏലക്ക ഈ രീതിയിലൊന്ന് കൈകൊണ്ട് അതിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയിട്ട് വെക്കാം. പിന്നെ കറുവപ്പട്ടയുടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ബേ ലീവ്സ് എടുക്കാം. അപ്പോൾ ചെറിയ ഇല ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 2 ഇലയൊക്കെ മതിയാവും. അതൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് ഒന്ന് മൂത്ത് പോകണ്ട. ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്തിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ആ സവാളയുടെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് വറ്റി നല്ലപോലെ അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ആ മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ്, എരിവിന് വേണ്ടിയിട്ടല്ല, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ 1-2 പച്ചമുളക് ചേർത്താൽ മതി. അതിനുശേഷം അതിലേക്ക് തക്കാളി, 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം തക്കാളിയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി അധികം മൂത്ത് വരണ്ട, അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്, 1 കപ്പോളം കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തത്, അത്ര തന്നെ വലിപ്പത്തിൽ 2 ക്യാരറ്റും. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വയ്ക്കുക. അപ്പം ഏറ്റവും തിരി കുറച്ച് തന്നെ വെക്കുക, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ അതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് പച്ചക്കറികളിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് നല്ലപോലെ പുളി കുറഞ്ഞ് കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന് പുളി കൂടുതലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. തൈരിന് പുളി കുറവാണെങ്കിൽ മാത്രം 1/2 കപ്പ് ചേർക്കുക. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും 2 തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ വെള്ളവും എടുക്കുക. ഗ്ലാസ്സിലാണെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളത്തിലേക്ക് തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണാണ് ഗരം മസാല പൊടിച്ചത്.
അത് ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമ്മൾ ബസ്മതി നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വെള്ളം മിക്സ് ചെയ്ത ശേഷം അതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കാണ് നമ്മൾ സോക്ക് ചെയ്തിട്ട് വെള്ളം കംപ്ലീറ്റ് വാർന്ന ശേഷം ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട്, കുക്കറാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇടണ്ട, ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി തയ്യാറാവും. അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റും ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും വെച്ചാൽ മതി. നമ്മുടെ ബിരിയാണി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നിൽ തൊടാത്ത രീതിയിൽ റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ്, വലിയ ചൂടൊന്ന് പോയി കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് പെർഫെക്ഷൻ വരിക. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസും കാഷ്യൂ നട്ടൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ അതിന് പകരം ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. കിസ്മിസിൻ്റെ ഒരു പുളി എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് അതിന് പകരം ഞാൻ ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് ആ നെയ്യിലേക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. വഴറ്റാതെയും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യിലേക്ക് വഴറ്റിയെടുക്കുമ്പോൾ അത് കഴിക്കും പ്രത്യേക ഒരു സ്വാദാണ്. അപ്പോൾ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി, ഒരുപാട് മൂത്തൊന്നും പോവണ്ട. അപ്പോൾ ഈ നെയ്യോട് കൂടി തന്നെ ഞാൻ ആ ഡേറ്റ്സ് ആ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഡേറ്റ്സിൻ്റെ മധുരവും ബിരിയാണിയിൽ ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ ആ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒത്തിരി പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, പക്ഷെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.